ഞാൻ വളരെയേറെ പ്രാവശ്യം പരുന്തുംപാറയിൽ പോയിട്ടുണ്ട്. അവിടെ പലയിടങ്ങളിലായിട്ട് താമസിച്ചിട്ടുണ്ട്. എന്നാൽ വ്യത്യസ്തമായ ഒരു അനുഭവം, അത് പരുന്തുംപാറ വ്യൂ പോയിന്റ് നമുക്കെല്ലാവർക്കും അറിയാം. 2-3 ഭാഗത്തായിട്ട് ആൾക്കാർ വന്ന് നിന്ന് സന്ധ്യാനേരം ചിലവഴിക്കുന്നത്. ആ വ്യൂ പോയിന്റ്, ഒരു ആദ്യം കാണുന്ന വ്യൂ പോയിന്റിന്റെ ഭാഗമാണിത്. നമ്മളെ കയറി ചെന്ന് അവിടെ ആൾക്കാരൊക്കെ നല്ല കാറ്റും നല്ല പ്രകൃതി ഭംഗിയും നല്ല തണുപ്പും ഒക്കെയാണ്. എന്നാൽ ആ വ്യൂ പോയിന്റ് അവിടെ നിന്ന് ജീപ്പ് ട്രക്കിങ് നടന്നും ഒക്കെ അതിൻ്റെ മുകളിലുള്ള ഈ പരുന്തുംപാറ വ്യൂ പോയിന്റിനേക്കാൾ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മലമുകളിലേക്ക് കയറാം. നടന്നു പോകുന്നവരുണ്ട്. ഞാൻ നടന്ന് നേരത്തെ ഒരിക്കൽ പോയിട്ടുണ്ട്. എന്നാൽ ജീപ്പിൽ പോകുന്നത് ആദ്യമായിട്ടാണ്. അവിടെ നല്ല രസകരമാണ്. ഞാൻ ഒരു ജീപ്പ് വാടകയ്ക്കെടുത്തു. ബ്രൈറ്റ് എന്നൊരു ചെറുപ്പക്കാരനാണ് ജീപ്പിൻ്റെ ഉടമസ്ഥൻ, ഡ്രൈവറും. ഞാൻ സ്കൂട്ടറിലാണ് പരുന്തുംപാറ വന്നത്. അവിടെ ഒരു ചെറിയ റിസോർട്ടിൽ മുറിയെടുത്തിട്ട് ഒരു 3:30-4 മണിയായപ്പോൾ റിസോർട്ടിൽ നിന്ന് തിരിച്ച് ഈ വ്യൂ പോയിന്റിലെത്തി. അവിടെ നിന്ന് ഞങ്ങൾ പതുക്കെ മല കയറി. നല്ല റഫായിട്ടുള്ള റോഡാണ്. കൂലിങ്ങിയാണ് കയറുന്നത്. ആ റോഡ് കണ്ടാൽ അറിയാം. ആ മലമുകളിലേക്ക് കയറുക. മലമുകളിലേക്ക് കയറും തോറും താഴത്തേനേക്കാൾ കൂടുതൽ കാറ്റുണ്ട്. നല്ല അന്തരീക്ഷമാണ്. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ, പകലാണെങ്കിൽ പോലും അവിടെ കാറ്റുള്ളതുകൊണ്ട് നമുക്ക് വെയിൽ അനുഭവപ്പെടത്തില്ല. നല്ല വെയിലടിക്കും, പക്ഷേ ഈ കാറ്റുള്ളത് കൊണ്ട് ആ വെയിലിൻ്റെ കാഠിന്യം ഒട്ടും അറിയില്ല. എപ്പോഴും കാറ്റുള്ള സ്ഥലമാണ് ഈ പരുന്തുംപാറ വ്യൂ പോയിന്റ് മുകളിലായിട്ട് കാണുന്ന മല. അതായത് നമ്മൾ ചെല്ലുമ്പോൾ ഇടത്തൂടെ കയറി മുകളിലേക്ക് പോവുകയാണ്. ഈ മലയുടെ അടിവാരങ്ങളിലെല്ലാം റിസോർട്ടുകളാണ്. കൂടുപോലെ പൊട്ടിമുളച്ച റിസോർട്ടുകൾ. ഞാൻ താമസിക്കുന്നതും ഈ മലയുടെ അടിവാരത്തിലുള്ള ഒരു റിസോർട്ടിലായിരുന്നു. ആ ദൃശ്യം ഞാൻ താമസിച്ച റിസോർട്ടിൻ്റെ ദൃശ്യം കാണിക്കാം. അത് കുറച്ചുകൂടെ യാത്ര ചെയ്യുമ്പോൾ അത് കാണാം. സന്ധ്യ മുതൽ ഒരു 4 മണി മുതൽ നല്ല രസകരമാണ് ഈ സ്ഥലത്തിൻ്റെ കാഴ്ച. ഇവിടെ യഥാർത്ഥത്തിൽ പോകേണ്ടത് ഒരു ജീപ്പ് വാടകയ്ക്കെടുത്ത് അതിനകത്ത് ആഹാരവും വെള്ളവും ഒക്കെ ആയിട്ട് വേണം പോകാൻ. മദ്യം വേണ്ടിയവർക്ക് മദ്യവും ഒക്കെ ആയിട്ട് ഒരു സന്ധ്യാനേരം അതിവിപുലമായി ആഘോഷത്തോടു കൂടി ഉത്സവമാക്കാൻ ഏറ്റവും നല്ല സ്ഥലമാണിത്. ആരുടെയും ശല്യമില്ല, പോലീസും പട്ടാളും ഒന്നുമില്ല. കയറി കഴിഞ്ഞ് ഇതുപോലെ ജീപ്പിൽ വരുന്നവരെയൊന്നും നോണ്ടാൻ പോകാതിരുന്നാൽ മതി. യാതൊരു പ്രശ്നവുമില്ല. നല്ല സുഖകരമായ കാലാവസ്ഥ. തണുപ്പ് അതിഭീകരമായിട്ട് പ്രശ്നമുള്ളവർ സ്വെറ്ററും കൂടെ കയ്യിലെടുത്തോണം. സ്വെറ്ററോ പുതപ്പോ ഒക്കെ കയ്യിലെടുത്തോണം. പല സ്ഥലങ്ങളിലായിട്ട് ജീപ്പ് നിർത്തി നമുക്ക് പല ദൃശ്യങ്ങൾ കാണാം. അത് ഓരോ ഭാഗത്ത് നിർത്തുക. അവിടെ കുറച്ച് നേരം നിന്ന് കഴിയുമ്പോൾ ബോറടിക്കുമ്പോൾ അടുത്ത ഭാഗത്ത് പോവുക. അങ്ങനെ ഒരു 5-6 ഇടത്തായിട്ട് നിർത്തി ഞാൻ സ്ഥലവുമൊക്കെ കണ്ട് ആ കാറ്റുമൊക്കെ അനുഭവിച്ച് ആണ് തിരികെ ഇറങ്ങിയത്. സന്ധ്യ കഴിഞ്ഞിട്ട് തിരികെ ഇറങ്ങി വരാവൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യാസ്തമയം ഒക്കെ കണ്ട് കഴിഞ്ഞിട്ട് തിരികെ ഇറങ്ങി വരാവൂ.
താമസിക്കുന്ന കോട്ടേജാണിത്. 5 എണ്ണം. ആ കോട്ടേജിൻ്റെ അവിടെ നിന്നുള്ള ഈ മലയുടെ ദൃശ്യം കാണിക്കാം. വേണ്ട, ഞാൻ നിന്ന് ആ കോട്ടേജിൻ്റെ വീഡിയോ എടുത്ത ഭാഗമാണ് ഈ കാണുന്നത്. അവിടെ നിന്ന് താഴോട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇപ്പോൾ ഞാൻ കോട്ടേജിൻ്റെ മുന്നിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഈ മലയാണ്. ബ്രൈറ്റ് ആണ്. ആരും കാണാത്ത, ആരും കേൾക്കാത്ത, ആരും അറിയാത്ത തണുപ്പ്
പരുന്തുംപാറ വ്യൂ പോയിൻ്റ് അടുത്തായിട്ട് ഇതുപോലെയുള്ള ജീപ്പുകൾ വാടകയ്ക്ക് കിട്ടും. ആൾക്കാരൊക്കെ അത് വാടകയ്ക്കെടുത്ത് കൂട്ടം കൂട്ടമായിട്ട് ഈ മല കാണാൻ വേണ്ടി വരുന്ന ദൃശ്യമാണ്. ഇവരുടെ ഒരു വലിയ ജീവനോപാധിയാണ് ജീപ്പുകാരുടെ. ഇവിടെ ഒരു ഭാഗത്ത് നിന്നാൽ സൂര്യാസ്തമയം കാണാം. നല്ല രസമാണ്. ഞങ്ങളവിടെ നിന്ന് സൂര്യാസ്തമയം കണ്ട് സന്ധ്യയായിട്ടാണ് തിരിച്ചിറങ്ങുന്നത്. സന്ധ്യയായില്ല, എന്നാലും നേരെ ഇരുട്ടി തുടങ്ങുന്ന സമയത്താണ് തിരിച്ചിറങ്ങുന്നത്. ഞങ്ങൾ മലയിലേക്ക് മൊട്ടക്കുന്നിലേക്ക് കയറി വന്നപ്പോൾ അതേ ആൾക്കാരൊന്നും ആ വ്യൂ പോയിന്റ് ഇല്ലായിരുന്നു. ഇപ്പോൾ നല്ല തിരക്കാണ്. ബസ്സൊക്കെ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ താഴെ എത്തി.